അതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ. ആ പിടിവാശിയെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പിടിവാശിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോൾ അങ്ങനെ ഒരു പിടിവാശി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടില്ല. കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പോകണം എന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. വിസിയുടെ ഈ ഉത്തരവ് സിൻഡിയുടെ അംഗങ്ങൾ ഇനിയിപ്പോൾ അത് അംഗീകരിക്കുമോ? എങ്ങനെയാണ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ച? അവർ എന്ത് അഭിപ്രായമാണ് മുന്നോട്ട് വെച്ച ഇക്കാര്യത്തിൽ? അവരും സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കണം, അത് പ്രശ്നം ചർച്ച ചെയ്യണം എന്നുള്ള നിലപാടാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. സസ്പെൻഷൻ ഉത്തരവിന്റെ കാര്യത്തിൽ അവരെന്താണ് ഇപ്പോൾ മിനിസ്റ്റർ ചർച്ചയിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് മിനിസ്റ്റർ എടുത്തത്? സിൻഡിക്കേറ്റ് വിളിക്കട്ടെ, സിൻഡിക്കേറ്റ് ചേർന്നാലല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. അപ്പല്ലേ പ്രശ്നം മൂർത്തമായ നിലയിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ആ സിൻഡിക്കേറ്റ് വിളിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കും. ഈ സിൻഡിക്കേറ്റ് യോഗത്തില് ആരായിരിക്കും രജിസ്ട്രാറായിട്ട് പങ്കെടുക്കുക? അപ്പൊ രണ്ട് രജിസ്ട്രാർ ഉണ്ട്, ഒന്ന് അനിൽകുമാറുണ്ട്, ഒന്ന് സിൻഡിക്കേറ്റ് നേരത്തെ. അതൊക്കെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോ അറിയാം. അതൊക്കെ ഇപ്പൊ തന്നെ എല്ലാരോടും വിളിച്ചു കൂടണമെന്നില്ലല്ലോ. സുതാര്യതയൊന്നും ആവശ്യമില്ല. അതിന് നടപടിക്രമങ്ങളിൽ നിയമം പാലിച്ചു പോയാൽ മതി. അതായത് ഞാനല്ല അത് പറയേണ്ടത്, രജിസ്ട്രാറിന്റെ ചുമതല ആരായിരിക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ അതോറിറ്റിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ 1800 സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് ഒപ്പിട്ടു എന്നാണ് വിസി പറഞ്ഞത്. ഇപ്പോൾ മിനി കാപ്പൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെല്ലാം വ്യാജമാണെന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതിന്റെ ഒന്നാമത്തെ ഫേസേ ആയിട്ടുള്ളൂ. അല്ല, ഇതുവരെ ചോദിച്ചു. കേരള സർവകലാശാലയിലെ തർക്കങ്ങൾ, വിവാദങ്ങൾ അത് സർവകലാശാലയ്ക്ക് ദോഷകരമായി ബാധിക്കുന്നു എന്ന വിലയിരുത്തൽ, അതുപോലെ വിദ്യാർത്ഥികളുടെ ഭാവി അത് പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായത്തിന് സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ സിൻഡിക്കേറ്റിൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയിലടക്കം എന്ത് തീരുമാനങ്ങളാണ് തുടർന്നുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം.